നല്ല വിശേഷം. എല്ലാ വർഷത്തെ പോലെ അതേ സ്ഥലത്ത് പൊങ്കാലിടാൻ പറ്റി. ഭംഗിയായിട്ട് പൊങ്കാലൊക്കെ ഇട്ട് നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. ഇനി നിവേദിക്കുന്നത് കറക്റ്റ് 2 മണിക്കാണ്. അപ്പം നമ്മളതിന് വെയിറ്റ് ചെയ്യുകയാണ്. ആ, ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ട് ആദ്യത്തെ പൊങ്കാല എന്ന് വെച്ചാൽ ആറ്റുവർഷത്തിലെ ആദ്യത്തെ പൊങ്കാല. പിന്നെ അന്ന് ടൈമിൽ കോൾ ഉണ്ടായിരുന്നു. പിന്നെ ആ ടൈമിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ ആഗ്രഹം മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ പൊങ്കാലിട്ടത്. എന്ന് പറഞ്ഞാൽ വിന്നറാവണമെന്നല്ല, 100 ദിവസം പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് കുഴപ്പമില്ല. ആഗ്രഹമുണ്ട്. ആഗ്രഹങ്ങൾ നടത്തി തരുന്നുണ്ട് അമ്മ എല്ലാവർക്കും. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ഇങ്ങനെ വന്ന് പൊങ്കാലിടുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പൊങ്കാലിടുന്നത്. പിന്നെ ഏറെക്കുറെ കുറച്ച് പേരായിട്ട് മാത്രം. എല്ലാവരുടെ നമ്പരൊന്നും ഇല്ല കയ്യിൽ. വളരെ കുറച്ച് പേരുടെ നമ്പർ മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് ആവശ്യമുള്ളപ്പോൾ എന്നെ വിളിക്കാറുണ്ട്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാനും വിളിക്കാറുണ്ട്. കോണ്ടാക്ട് എനിക്ക് നമ്മളത് അവിടെ തന്നെ കഴിഞ്ഞല്ലോ. എനിക്കങ്ങനെ ഇപ്പോൾ ആരുടെ ദേഷ്യമോ അല്ല, ഇപ്പോഴൊന്നും ഇല്ല. അതൊരു ഗെയിമിൻ്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് ഞാൻ അപ്പോഴത്തന്നെ അങ്ങ് കളഞ്ഞു. എനിക്ക് അപ്പോഴും വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ആ ഒരു സെൻസിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇപ്പോഴും വിഷമമൊന്നുമില്ല. പിന്നെ അതൊരു ഗെയിം ഷോ ആണ്. എന്തും പറയാം, എന്തും കാണിക്കാം. അതുകൊണ്ട് പിന്നെ ഞാനൊക്കെ മറന്നു. അപ്പോൾ തന്നെ ഇപ്പം 3 മാസത്തിൽ കൂടുതലായില്ലേ. അതായത് എനിക്കതൊന്നൊരു പ്രശ്നമില്ല. അതൊന്നും എൻ്റെ ലൈഫിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ല. എന്തോ ഇതാ അത് അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്തിരുന്നാൽ പോരെ. അവർ പറഞ്ഞോ വിളിക്കുന്നില്ല എന്ന്? ആണോ? കാണില്ലായിരിക്കും. ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. അവരവരുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു.